അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം പറയുന്നു. എല്ലാവരുമായിരിക്കുന്നത് ക്ഷേമത്തോടും സമാധാനത്തോടും സൗഖ്യത്തോടുമായിരിക്കട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 55-ാമത്തെ വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി യേശു കർത്താവിൻ്റെ നിയുക്ത അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു പുസ്തകം, പ്രവർത്തിക്കുന്ന ഒരു ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒറ്റ അധ്യായത്തിൽ മാത്രം സ്തെഫാനോസിൻ്റെ ശുശ്രൂഷയും ദൈവത്തിൻ്റെ നിയോഗങ്ങളും ആ ഒരു അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആത്മനിറവുള്ള നല്ല സാക്ഷ്യമുള്ള സ്തെഫാനോസ് തൻ്റെ ഒറ്റ പ്രസംഗമാണ് 7-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. തൻ്റെ പ്രസംഗത്തിൻ്റെ 1-2 ഭാഗങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 47-ാം വാക്യം, 7-ാം അധ്യായം 47-ാം വാക്യത്തിൽ തന്നെ പറയുന്നൊരു കാര്യമാണ്. ശലോമോൻ അവനൊരു ആലയം പണിതു, അത്യുന്നതൻ കൈപ്പാണിയാൽ ആയതിൽ വസിക്കുന്നില്ലതാനും. പഴയ നിയമ കാലഘട്ടത്തിൽ പിതാവായ ദൈവം ഏലിയാവിൻ്റെ മേൽ വന്നു, ദാവീദിൻ്റെ മേൽ വന്നു, ഗിദയോൻ്റെ മേൽ വന്നു എന്ന് പറഞ്ഞാൽ ആവശ്യാനുസരണം പ്രവർത്തിക്കുന്ന ഒരു ആത്മാവായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ പുതിയ നിയമത്തിലേക്ക് ഓടി വരുമ്പോൾ ശലോമോനോട് എടുത്തുപയോഗിക്കുകയാണ്. ദൈവത്തിന് വസിക്കാൻ മോശ സമാഗമന കൂടാരം ഉണ്ടാക്കി, പെട്ടകത്തിനകത്ത് വസിച്ചു. അതിനുശേഷം ശലോമോൻ ആലയം പണിതു. പക്ഷെ പുതിയ നിയമത്തിനകത്തേക്ക് വന്നപ്പോൾ കണിയായ ഒരു ആലയത്തെ അല്ല കാണിക്കുന്നത്. നമ്മുടെ മൺമയമായ ശരീരം എന്ന ആലയത്തിനകത്താണ് ദൈവം വസിക്കുന്നതെന്ന് സ്തെഫാനോസ് പ്രസംഗിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടം ന്യായപ്രമാണത്തെ അടിമുടി മാറ്റിക്കൊണ്ട് കൃപായുഗത്തിൻ്റെ ചരിത്രത്തെ എടുത്ത് സ്തെഫാനോസ് ഉപയോഗിക്കുകയാണ്. സ്തോത്രം. അതെ, 4 ചുവരിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരാത്മ നിലവാരമല്ല, അപ്പുറമായി രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവം മനുഷ്യരെ അകത്ത് വസിക്കുന്ന ആത്മാവിനെ സ്തെഫാനോസ് പരിചയപ്പെടുത്തുകയാണ്. കർത്താവിന് ഇഷ്ടം. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ 51-ാമത്തെ വേദഭാഗം വയ്ക്കുക. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറച്ചു നിന്നു. എന്നാൽ പഴയ നിയമകാലത്തിലേക്ക് അവരുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് കണ്ണുപിടിച്ച് നോക്കുമ്പോൾ വിടുവിച്ച ദൈവത്തെ അതേ സമയത്ത് ആരാധിക്കുകയും അല്പം കഴിഞ്ഞതിന് ശേഷം മറത്തു നിൽക്കുകയും ദൈവത്തോട് പിറുപിറുക്കുകയും ചെയ്യുന്ന ഒരനുഭവം സ്തെഫാനോസ് പറയുന്നു. അങ്ങനെ തൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ടൊരു ചരിത്രം സൃഷ്ടിക്കുമ്പോൾ യഹൂദന്മാരെല്ലാവരും ചേർന്ന് അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ആലോചനയിട്ട് അവനെ കല്ലെറിയുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, സ്തെഫാനോസ് കല്ലെറിഞ്ഞ് ചാകുവാൻ അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപേ താൻ പ്രിയം വെച്ച തൻ്റെ പ്രിയ പുരുഷനായ ക്രിസ്തുവിലേക്കൊരു നോട്ടം, അതാണ് വായിക്കുന്നത്. അവന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അപ്പം കല്ലേറുകളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ഒറ്റ
ഒറ്റപ്പെടത്തലുകളുടെ നടുവിലും, ആരും കൂടെ ഇല്ലെങ്കിലും, ആരും സ്നേഹിക്കാനില്ലെങ്കിലും, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ക്രിസ്തുവിനെ നോക്കാൻ സാധിക്കുന്നെങ്കിൽ നിശ്ചയമായി സ്വർഗം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാനിടയായിത്തീരും. ന്യൂനപക്ഷം എന്ന് വേണ്ട, താൻ ഒറ്റയൊരുത്തനായി നിന്നുകൊണ്ട് കല്ലേറുകൾ തൻ്റെ ശരീരത്തിനകത്ത് ആഞ്ഞു പതിക്കുമ്പോഴും, തൻ്റെ ശരീരത്തിൽ വന്നുകൊണ്ട് കല്ലേറിൽ തൻ്റെ രക്തം പുരണ്ട കല്ലുകളെയല്ല താൻ കാണുന്നത്, തൻ്റെ രക്തമല്ല താൻ കാണുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് നോക്കുന്നൊരു കാഴ്ച. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത സമയത്ത് ഞാൻ അതിനകത്തുനിന്ന് ഒരു സന്ദേശം, ഒരു ചെറിയ തൂത്, ഒരു സന്ദേശം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പക്ഷെങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിന് വേണ്ടി നിന്നാൽ, ദൈവവചനത്തിൽ അടിയുറച്ച് നിന്നാൽ, ഒരു പക്ഷെങ്കിൽ സമൂഹം നമ്മെ മാറ്റി നിർത്തിയേക്കാം, ഒരു പക്ഷെങ്കിൽ എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തിയേക്കാം, ഒരു പക്ഷെങ്കിൽ കുടുംബത്തിനകത്തുനിന്ന് നാം ഒറ്റപ്പെട്ട അവസ്ഥയിലായി തീർന്നേക്കാം. എങ്കിലും കർത്താവിനെ ഉപേക്ഷിച്ച് പോകാനല്ല, അപ്പുറമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവിനെ കാണാൻ, സ്വർഗത്തേക്ക് ഉറ്റുനോക്കാൻ എത്ര പേർ തയ്യാറാകും? ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഈ തിരുവചനം എടുത്തതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ടവരായിരിക്കാം, ഒരുപക്ഷെങ്കിൽ നിങ്ങളെ സമൂഹമെല്ലാം ചേർന്ന് കുറ്റം പറയുന്നവരായിരിക്കാം. ഈ വചനത്തെ ഒന്ന് വിശ്വസിക്കുക. സ്തെഫാനോസ് താൻ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ, തൻ്റെ മരണവുമായി മുഖാമുഖം കണ്ടു നിൽക്കുമ്പോൾ, തൻ്റെ പ്രസംഗത്തെ അംഗീകരിക്കാത്തവരെ ശപിക്കുകയല്ല, തൻ്റെ പ്രസംഗത്തെ കേൾക്കാത്തവരെ നിങ്ങൾ കൊള്ളത്തില്ലെന്ന് പറയുകയല്ല, അതൊന്നും തനി കേൾക്കാത്ത നിലയിൽ സ്വർഗത്തേക്ക് നോക്കുന്നൊരു അസാധാരണമായ കാഴ്ച. നമ്മെ ഒറ്റപ്പെടുത്തുന്ന ഒത്തിരി പേര് കാണും, നമ്മെ കുറ്റം പറയുന്ന അനേകർ കാണും, സമൂഹം നമ്മെ മാറ്റി നിർത്തിയേക്കാം. എന്നാൽ ഈ വചനത്തിന് വേണ്ടി ജീവിക്കാൻ, ഈ വചനത്തിന് അടിസ്ഥാനപ്പെട്ടു ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ, കല്ലെറിയുമ്പോൾ, ഈ വചനത്തിന് വേണ്ടി നിന്നിട്ട് ആരെങ്കിലും നമ്മെ കല്ലെറിയുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓർത്തോ, സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് സ്തെഫാനോസ് കണ്ടൊരു കാഴ്ച. അതാണ് അടുത്ത 56-ാം വാക്യത്തിൽ കാണുന്നത്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. തൻ്റെ വേദനയല്ല താൻ കണ്ടത്, തൻ്റെ സങ്കടങ്ങളല്ല താൻ കണ്ടത്, തന്നെ ഒറ്റപ്പെടുത്തുന്നതല്ല താൻ കാണുന്നത്, തന്നെ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തുന്നവരെയല്ല താൻ ശ്രദ്ധിക്കുന്നത്. തൻ്റെ ശ്രദ്ധ മുഴുവൻ സ്വർഗത്തിലാണ്. അതേ, ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് എത്ര കഷ്ടതയുടെ നടുവിലും, ഏതു പ്രതികൂലത്തിൻ്റെ നടുവിലും സ്വർഗത്തേക്കൊന്ന് നോക്കാം, കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. വളരെ പ്രാർത്ഥനയോടെ സ്വർഗത്തെ ദർശിക്കുവാൻ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന്, സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.